ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാം ക്ലാസ്സിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ ഡേ 2യിലെ ഫസ്റ്റ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന സ്ഥാനത്ത് കൂട്ടുകാരുടെ പേരും സ്കൂളിന്റെ പേരും എഴുതാൻ മറക്കില്ലല്ലോ. ആക്ടിവിറ്റി 6 ഡ്രീം ഹൗസ്, സ്വപ്ന വീട്. ദ ഹൗസ് കൺസ്ട്രക്ഷൻ ഓഫ് ആദിഷ് ഈസ് ഗോയിങ് ഓൺ. ആദിഷിന്റെ വീട് പണി നടക്കുകയാണ്. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ദ ഹൗസ് ഡ്രോൺ ബൈ ആദിഷ്. ആദിഷ് വരച്ച വീടിന്റെ ചിത്രം നോക്കൂ. കൗണ്ട് ദ ഷേപ്സ് ആൻഡ് റൈറ്റ്. രൂപങ്ങൾ എണ്ണി നോക്കി കൂട്ടുകാരോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ചിത്രത്തിൽ നോക്കൂ. കൂട്ടുകാർ ചിത്രത്തിൽ എത്ര ട്രയാങ്കിൾസ് ആണ് കാണുന്നത്? 6 ട്രയാങ്കിൾസ് അല്ലേ? പിന്നെയോ കൂട്ടുകാർ ചിത്രത്തിൽ എത്ര സർക്കിൾസ് ആണ് കാണുന്നത്? 6 സർക്കിൾസ് അല്ലേ? പിന്നെയോ സ്ക്വയർ എത്ര ചതുരങ്ങളാണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? 7. ഇനിയോ ഡ്രോ അനദർ പിക്ചർ യൂസിംഗ് ദ ഷേപ്സ് ട്രയാങ്കിൾ, സർക്കിൾ ആൻഡ് സ്ക്വയർ. ചതുരം, വൃത്തം, ത്രികോണം എന്നീ രൂപങ്ങൾ കൊണ്ട് കൂട്ടുകാരോട് മറ്റൊരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ഒരു ചിത്രം വരച്ചത് നോക്കൂ. ഇതേപോലെയോ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിലോ ഒരു ചിത്രം വരച്ചു ചേർക്കാം. അതിൽ സർക്കിളും സ്ക്വയറും ട്രയാങ്കിളും വരണം കേട്ടോ. ആക്ടിവിറ്റി 7 ഹൗസ് വാമിംഗ്, ഗൃഹപ്രവേശം. ദ ഹൗസ് ഈസ് റെഡി. അങ്ങനെ വീട് പണി പൂർത്തിയായി. ദ ഹൗസ് വാമിംഗ് വിൽ ബി ഓൺ 2023 സെപ്റ്റംബർ 10. 2023 സെപ്റ്റംബർ 10 ഗൃഹപ്രവേശം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ഹൗസ് വാമിംഗ് ഡേറ്റ് ഫ്രം ദ കലണ്ടർ. കലണ്ടറിൽ നിന്നും ഗൃഹപ്രവേശത്തിന്റെ തീയതി നമ്മൾക്ക് കണ്ടെത്താം. 2023 സെപ്റ്റംബർ മന്തിലെ കലണ്ടർ താഴെ നൽകിയിരിക്കുന്നത് കൂട്ടുകാർ ശ്രദ്ധിച്ചല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിൽ ദ മിസ്സിംഗ് ഡേറ്റ്സ് ഇൻ ദ കലണ്ടർ. കലണ്ടറിൽ വിട്ടുപോയിരിക്കുന്ന തീയതികൾ കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂട്ടുകാർ കലണ്ടറിൽ നോക്കൂ. ഏതെല്ലാം ഡേറ്റുകളാണ് കലണ്ടറിൽ വിട്ടുപോയിരിക്കുന്നത്? 4 കഴിഞ്ഞുള്ള 2 തീയതികൾ വിട്ടുപോയിട്ടുണ്ട്. ഏതെല്ലാം ഡേറ്റുകളാണ് അവിടെ നമ്മൾ പൂർത്തിയാക്കേണ്ടത്? 5 and 6. പിന്നെയോ 11 കഴിഞ്ഞിട്ടുള്ള 2 ഡേറ്റുകൾ വിട്ടുപോയിട്ടുണ്ട്. അവിടെ ഏതാണ് നമ്മൾ പൂർത്തിയാക്കേണ്ടത്? 12 and 13. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഡേ ഈസ് ദ ഹൗസ് വാമിംഗ്? ഏതു ദിവസമാണ് ഗൃഹപ്രവേശത്തിന്റെ ദിവസം? നമ്മൾക്കറിയാം സെപ്റ്റംബർ 10 ഹൗസ് വാമിംഗ്. കലണ്ടറിൽ സെപ്റ്റംബർ 10 കൂട്ടുകാർ കണ്ടല്ലോ. അതിന് നേരെയുള്ള ദിവസം ഏതാണ്? സൺഡേ, ഞായറാഴ്ചയാണ് അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, how many Mondays are there in September 2023? 2023 സെപ്റ്റംബറിൽ എത്ര തിങ്കളാഴ്ചയാണുള്ളത്? Which are the dates? ഏതെല്ലാമാണ് ആ ഡേറ്റുകൾ? കൂട്ടുകാർ കലണ്ടറിൽ നോക്കൂ. എത്ര തിങ്കളാഴ്ചകളാണ് കൂട്ടുകാർ കാണുന്നത്? 4 Mondays, 4 തിങ്കളാഴ്ചകളാണ് അല്ലേ? ആ ഡേറ്റുകൾ ഏതെല്ലാമാണ്? 4, 11, 18, 25. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദ കലണ്ടർ ആൻഡ് റൈറ്റ് ദ നമ്പർ പാറ്റേൺസ്. കലണ്ടറിൽ നോക്കി താഴെ നൽകിയിരിക്കുന്ന പാറ്റേണുകൾ പൂർത്തിയാക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാമാണ് നൽകിയിരിക്കുന്നത്? 3, 10, ഡാഷ്, ഡാഷ്. കൂട്ടുകാർക്ക് കലണ്ടറിൽ ആ പാറ്റേൺ കാണാൻ സാധിക്കുന്നുണ്ടോ? സൺഡേക്ക് താഴെ വരുന്ന പാറ്റേൺ ആണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്? 3, 10, 17, 24. ഇനി അടുത്ത പാറ്റേൺ എന്താണ്? 7, 13, ഡാഷ്, ഡാഷ്. ആ പാറ്റേൺ കൂട്ടുകാർക്ക് കലണ്ടറിൽ കാണാൻ സാധിക്കുന്നുണ്ടോ? അത് ക്രോസ് ആയാണ് വരുന്നത്. എങ്ങനെയാണ് നമ്മൾ അത് പൂർത്തിയാക്കേണ്ടത്? 7, 13, 19, 25. പ്രവർത്തനം 8 ക്ഷണക്കത്ത്. ആദിഷിന്റെ വീട് പണി പൂർത്തിയായി. ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം. ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കൂ. ക്ഷണക്കത്ത് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാമാണ് ഉൾപ്പെടുത്തേണ്ടത്? എവിടെയാണ് നടക്കുന്നത് എന്ന് സ്ഥലം നൽകണം. പിന്നെയോ തീയതി നൽകണം. പിന്നെയോ എല്ലാവരെയും ക്ഷണിക്കുകയും വേണം. നമ്മൾക്കൊരു ഉദാഹരണം നോക്കാം. താഴെ ഗൃഹപ്രവേശ തീയതി നൽകിയിട്ടുണ്ട്. എന്നാണത്? 2023 സെപ്റ്റംബർ 10. ഇനി നമ്മൾക്ക് ക്ഷണക്കത്ത് തയ്യാറാക്കി നോക്കാം. പ്രിയപ്പെട്ട കൂട്ടുകാരാ, കോഴിക്കോട് സരോവരത്തിൽ ആദിഷ് വില്ല എന്ന എൻ്റെ വീടിന്റെ ഗൃഹപ്രവേശം ഈ വരുന്ന 2023 സെപ്റ്റംബർ 10 ഞായറാഴ്ച രാവിലെ 7-നും 8-നും ഇടയിലെ ശുഭമുഹൂർത്തത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ മംഗളകർമ്മത്തിലും തുടർന്നുള്ള വിരുന്നിലും താങ്കളും കുടുംബവും പങ്കെടുക്കുന്നതിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ക്ഷണിച്ചുകൊള്ളുന്നു എന്ന് ആദിഷ്. പ്രവർത്തനം 9 വീടൊരുക്കിയവർ.
ആദർശിന്റെ വീട് സ്വപ്ന വീട്. കൂട്ടുകാരെല്ലാം വീടു കണ്ടു. വീടൊരുക്കിയവർ ആരൊക്കെ? വീടുമായി ബന്ധപ്പെട്ട തൊഴിലുകളെ വീടുമായി വരച്ചു യോജിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. താഴെയുള്ള ചിത്രത്തിൽ ഏതെല്ലാമാണ് വീടുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ? കൽപ്പണിയുണ്ട്, മരപ്പണിയുണ്ട്, പെയിന്റിംഗ് ഉണ്ട്. ബാക്കിയൊന്നും വീടുമായി ബന്ധപ്പെട്ട തൊഴിലുകളല്ല, അല്ലേ? കൃഷിയുമായി ബന്ധപ്പെട്ട 2 തൊഴിലുകൾ എഴുതുക. ഏതെല്ലാമാണ്? നിലം ഉഴൽ, ഞാറുനടൽ. പിന്നെയോ പ്രവർത്തനം 10 കടങ്കഥ. കടങ്കഥകൾക്കുത്തരം കണ്ടെത്തി എഴുതുക. ഒന്നാമത്തേത് 1000 കുഞ്ഞുങ്ങൾക്ക് ഒരരഞ്ഞാൺ. എന്താണ് അതിന്റെ ഉത്തരം? ചൂലാണ്, അല്ലേ? രണ്ടാമത്തേത് കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. എന്താണ് അതിന്റെ ഉത്തരം? കുടയാണ്, അല്ലേ? മൂന്നാമത്തേത് വായില്ല നാക്കുണ്ട്, നാക്കിന്മേൽ പല്ലുണ്ട്. എന്താണ് അതിന്റെ ഉത്തരം? ചിരവയാണ്, അല്ലേ? ആകാശം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ തയ്യാറാക്കി എഴുതുക. എന്താണ്? എങ്ങു നോക്കിയാലും കാലില്ല പന്തൽ. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.